Welcome to my channel Max Easy Learning. ഇന്ന് ഞാനൊരു കിടിലൻ ഷോർട്ട്കട്ട് മെത്തേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. Definitely you would have come across this type of question. Find the independent term in the expansion. Okay, consider these two expansions. Here, നമുക്ക് ഈ independent term നിങ്ങൾക്ക് normal methodൽ നിങ്ങൾക്ക് അറിയാം how to calculate it. But it will take time. അപ്പോൾ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം, ജെ എക്സാം ഇതിനൊക്കെ നമുക്ക് ഷോർട്ട്കട്ട് മെത്തേഡാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്കിക്കേ, ഈ എക്സ്പാൻഷന്റെ ഫോം എന്ന് പറയുന്നത് ദ ഫോം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ഈസ് ലൈക്ക് ദിസ്: എ എക്സ് ടു ദ പവർ പി പ്ലസ് ഓർ മൈനസ് എസ് അപ്പോൺ ബി എക്സ് ടു ദ പവർ ക്യൂ റേസ് എൻ. അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോം ആണല്ലോ ഈ തന്നിരിക്കുന്ന ഗിവൺ ടു എക്സ്പാൻഷൻ നോക്കുക. അല്ലെ? ഈ ഫോമിലാണ് കിടക്കുന്നത്. ഇതില് യു ക്യാൻ കാൽക്കുലേറ്റ് ആർ. ആർ ഈസ് ഈക്വൽ ടു എൻ പി ബൈ പി പ്ലസ് ക്യൂ. സോ ദ ഇൻഡിപെൻഡന്റ് ടേം എന്ന് പറയുന്നത് ദ ഇൻഡിപെൻഡന്റ് ടേം ഈസ് ഈക്വൽ ടു ടി ആർ പ്ലസ് വൺ ആയിരിക്കും മക്കളെ. ടി ആർ പ്ലസ് വൺ. അപ്പൊ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം. യു ഷുഡ് റിമെമ്പർ ദിസ് വൺ. Okay, R is equal to NP by P plus Q. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊന്ന് പറയാം. So consider the first expansion. In this first expansion, here n is equal to 6 ആണല്ലോ. P is equal to the power of x here, that is 2. And here 3x raised to 1 ആണ്. So here Q is equal to 1. ഇനി ഇവിടെ R കാൽക്കുലേറ്റ് ചെയ്യാം. R ഈസ് ഈക്വൽ ടു എൻ പി ബൈ പി പ്ലസ് ക്യൂ. സോ R എന്താ? R ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 ബൈ 2 പ്ലസ് 1, 12 ബൈ 3. That gives you 4. So the T R plus 1 is the answer. T 4 plus 1, that gives you T5. So the independent term here it is T5. Okay, ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് മെന്റലി. അല്ലേ? നമുക്ക് മെന്റലി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് സെക്കൻഡ് വൺ ചെയ്ത് നോക്കാം. സെക്കൻഡ് വണ്ണില് എക്സ് ടു ദ പവർ 1/2 ഇവിടെ വരുന്നത് അല്ലെ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടു ദ പവർ 1/2. സോ ഹിയർ പി ഈസ് ഈക്വൽ ടു 1/2 ആണ് കേട്ടോ. പി ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് ക്യൂ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. എൻ ഈസ് ഈക്വൽ ടു 10. സോ ആർ ഈസ് ഈക്വൽ ടു എൻ പി ബൈ പി പ്ലസ് ക്യൂ. എൻ പി എന്താ? എൻ പി എന്ന് പറയുന്നത് 10 ഇൻറ്റു 1/2 അപ്പോൾ 1/2 പ്ലസ് 2. സോ യു വിൽ ഗെറ്റ് 5 അപ്പോൾ 5/2. സോ ദ ആൻസർ ഈസ് 2. സോ ദ ഇൻഡിപെൻഡന്റ് ടേം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ടി ആർ പ്ലസ് 1 ആണ്. ടി ആർ പ്ലസ് 1 ദാറ്റ് ഈസ് ടി 2 പ്ലസ് 1 ദാറ്റ് ഗിവ്സ് യു T3. T3 is the independent term. Okay, T3 ആണ് independent term. ഇനി ഒരു എക്സ്പാൻഷനോടെ തരാം. ദാറ്റ് വൺ യു ക്യാൻ ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. അത് 1/2 എക്സ് ടു ദ പവർ 1/3 മൈനസ് എക്സ് ടു ദ പവർ നെഗറ്റീവ് 1/5 റേസ്ഡ് 8. ഡു ഇറ്റ് എക്സ് ഹോംവർക്ക്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 1/2 എക്സ് ടു ദ പവർ 1/3 മൈനസ് 1 അപ്പോൾ എക്സ് ടു ദ പവർ 1/5 റേസ്ഡ് 8. Here P is equal to 1/3, Q is equal to 1/5 and N is equal to 8. So by using that formula you can easily do it mentally. Okay, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.